സമയം നിശ്ചലമായ ഒരു പ്രണയം. ഈ ലോകത്ത് ചില പ്രണയങ്ങൾ ശബ്ദമില്ലാതെ ജനിക്കുന്നു. എന്നാൽ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും അവയുടെ ശബ്ദം മായുന്നില്ല. രാജ്യങ്ങൾ മാറി, രാജാക്കന്മാർ മറഞ്ഞു, യുദ്ധങ്ങൾ അവസാനിച്ചു. എന്നാൽ ഒരു പ്രണയം ഇന്നും ജീവിക്കുന്നു. യമുനാ നദിയുടെ തീരത്ത് നിശബ്ദമായി നിൽക്കുന്ന ഒരു വെളുത്ത സ്വപ്നം. അതിന്റെ പേര് താജ് മഹൽ എന്നായിരുന്നു. ഇത് വെറുമൊരു കെട്ടിടമായിരുന്നില്ല. ഇതൊരു ഹൃദയമാണ്. ഒരു രാജാവിന്റെ പ്രണയഹൃദയം. വർഷം 1593. ആഗ്രയിലെ ഒരു രാജകീയ വിപണി. പട്ടുപാവാടകളുടെയും സുഗന്ധങ്ങളുടെയും ഇടയിൽ ഒരു പെൺകുട്ടി പതുക്കെ നടന്നു. അവളുടെ പേര് അർജുമന്ദ് ബാനു ബീഗം. അവൾ രാജകുടുംബത്തിൽ നിന്നുള്ളവളായിരുന്നു. പക്ഷേ അവളുടെ സൗന്ദര്യം ആഭരണങ്ങളെക്കാൾ തിളങ്ങിയിരുന്നു. അന്നാണ് ഷാജഹാൻ അവളെ ആദ്യമായി കണ്ടത്. ആ കാഴ്ച അവന്റെ ജീവിതം മാറ്റി. അവളുടെ കണ്ണുകളിൽ അവൻ കണ്ടത് സൗന്ദര്യമല്ല, അവന്റെ സ്വപ്നലോകമായിരുന്നു. അന്ന് ആ നിമിഷം ആ പ്രണയിനികളുടെ വിധി എഴുതി തുടങ്ങി. 5 വർഷങ്ങൾ, 5 നീണ്ട വർഷങ്ങൾ അവരുടെ പ്രണയം രഹസ്യമായി വളർന്നു. രാജകീയ ചട്ടങ്ങളും രാഷ്ട്രീയ വിവാഹങ്ങളും അവർക്കിടയിൽ മതിലുകളായി നിന്നു. എന്നാലും ഷാജഹാൻ അവളെ മറന്നില്ല. അവസാനം എല്ലാം തരണം ചെയ്ത് അവൻ അവളെ വിവാഹം ചെയ്തു. അവൻ അവളെ മുംതാസ് മഹൽ എന്ന് വിളിച്ചു. കൊട്ടാരത്തിലെ വിലപ്പെട്ട മുത്ത്. അവൾ രാജ്ഞിയായി. എന്നാൽ അതിലുപരി അവൾ അവന്റെ ആത്മാവായി. ഷാജഹാൻ ചക്രവർത്തിയായി. സാമ്രാജ്യം വളർന്നു. യുദ്ധങ്ങളുണ്ടായി. രാജ്യങ്ങൾ കീഴടങ്ങി. എന്നാൽ അവന്റെ വിജയങ്ങളുടെ പിന്നിൽ എപ്പോഴും അവൾ ഉണ്ടായിരുന്നു. മുംതാസ്. യുദ്ധഭൂമിയിലേക്കും അവൾ അവനെ പിന്തുടർന്നു. അവന് അവൾ വെറും ഭാര്യ മാത്രമായിരുന്നില്ല. അവൾ അവന്റെ ഉപദേഷ്ടാവായിരുന്നു, സഹയാത്രികയായിരുന്നു. രാത്രികളിൽ കൂടാരത്തിനുള്ളിൽ അവർ അവരുടെ സ്വപ്നങ്ങൾ സംസാരിച്ചു. ഭാവി, സന്തോഷങ്ങൾ അവർ സ്വപ്നം കണ്ടു. അവർക്ക് 14 മക്കളുണ്ടായി. എന്നാൽ സന്തോഷം നിത്യമായിരുന്നില്ല. മണ്ണും രക്തവും നിറഞ്ഞ രാത്രി, ഒരു യുദ്ധഭൂമി. മുംതാസ് പ്രസവവേദനയിൽ. അവൾക്ക് ഒരു കുഞ്ഞ് ജനിച്ചു. പക്ഷേ മുംതാസ് തളർന്നു വീണു. അവളുടെ ശ്വാസം മന്ദമായി. ഷാജഹാൻ അവളുടെ കൈ പിടിച്ചു. അവൾ പതുക്കെ പറഞ്ഞു, എന്നെ നിങ്ങൾ മറക്കരുത്. നമ്മുടെ പ്രണയം ഈ ലോകം ഓർക്കണം. അവളുടെ കണ്ണുകൾ അടഞ്ഞു. ആ നിമിഷം ഷാജഹാൻ എന്ന ചക്രവർത്തി അവിടെ മരിച്ചു. ജീവിച്ചിരുന്നത് ഒരു ശൂന്യത മാത്രം. മുംതാസിന്റെ മരണത്തിനു ശേഷം ഷാജഹാന്റെ ജീവിതം മാറിമറിഞ്ഞു. അവന്റെ തലമുടികൾ ഒറ്റ രാത്രിയിൽ വെളുത്തു. സംഗീതം നിരോധിച്ചു. ഉത്സവങ്ങൾ അവസാനിച്ചു. അവൻ പറഞ്ഞു, അവളുടെ ശ്വാസം നിലച്ചിടത്. ഞാൻ എന്റെ ആത്മാവും വിട്ടു. അവന്റെ ഹൃദയത്തിൽ ഒരു ആഗ്രഹം മാത്രം ബാക്കി നിന്നു. അവളുടെ പ്രണയം. കാലത്തെ അതിജീവിക്കണം. താജ് മഹൽ ജനിക്കുന്നു. യമുനയുടെ തീരത്ത് സ്വർഗം പോലൊരു സ്മാരകം പണിയാൻ അവൻ ഉത്തരവിട്ടു. 20,000-ലധികം തൊഴിലാളികൾ. 22 വർഷത്തെ കഠിനാധ്വാനം. വെളുത്ത മാർബിളിൽ അവൻ തന്റെ കണ്ണുനീർ കൊത്തി. ഓരോ കല്ലിലും ഓരോ ഓർമ്മകൾ രചിച്ചു. ഓരോ ഗോപുരത്തിലും പ്രണയത്തിന്റെ ശ്വാസം. താജ് മഹൽ പണിതു തീർന്നു. പക്ഷേ മുംതാസ് തിരികെ വന്നില്ല. വർഷങ്ങൾക്കു ശേഷം ഷാജഹാൻ തടവിലായി. സ്വന്തം മകനാൽ. തടവറയിലെ ജനാലയിലൂടെ അവൻ ദിവസവും നോക്കി. ദൂരത്ത് വെളുത്ത താജ്മഹൽ. അവൻ പറഞ്ഞു, മുംതാസ്, ഇതാണ് എന്റെ പ്രണയത്തിന്റെ ശബ്ദം. അവന്റെ കണ്ണുകൾ അടഞ്ഞു. അവൻ യാത്രയായി. ഇന്ന് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ലോകം ചോദിക്കുന്നു, എന്താണ് യഥാർത്ഥ പ്രണയം? ഉത്തരം വെളുത്ത മാർബിളിൽ നിശബ്ദതയാൽ അവിടെ നിൽക്കുന്നു. താജ് മഹൽ, ഒരു രാജാവിന്റെ പ്രണയം. പ്രണയം മരിക്കില്ല. അത് ചരിത്രമാകും.